ഒരു കൂട്ടം ഉറുമ്പുകൾ പോകുന്ന കാഴ്ച നീ കാണും. അപ്പൊ ആ ഉറുമ്പുകളെ ഫോളോ ചെയ്യുക. ആ ഉറുമ്പുകൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണോ അവിടെ എന്ത് ചെയ്യുക, നീ അമ്പലം പണിയുക. അങ്ങനെ സ്വയംഭൂവായ ശിവലിംഗമാണ് ഇതിനകത്ത് ഒന്നും കൊണ്ടുവന്നതല്ല. അങ്ങനെ രാജാവ് എന്ത് ചെയ്യുന്നു, ഉറക്കമുണർന്ന് ഉറുമ്പുകളെ പിന്തുടർന്ന് പോയി കണ്ടുപിടിച്ച സ്ഥലത്താണ് ശിവലിംഗം പോലെ മണ്ണിന്റെ അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലത്താണ് ടെമ്പിള്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 150 അടി ഉയരം വരുന്ന ഒരു 7 നിലയുള്ള ഒരു ഗോപുരമാണ് ഈ അമ്പലത്തിന്റെ. ദ്രവീഡിയൻ ആർക്കിടെക്ചറിൽ പണിതിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള, സാധാരണ തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ ഒരു സെറ്റപ്പ്, വലിയ ഗോപുരങ്ങൾ കാണുമല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ്. ഒരു കുഞ്ഞ് തെങ്കാശി എന്താ പേര്? തെക്കിന്റെ കാശി. ഇത് തെക്കൻ നാട്, സൗത്ത് ഇന്ത്യ ആണല്ലോ. തെക്കിന്റെ കാശി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ അമ്പലത്തിലേക്ക് നമ്മള് പോവുക. നട അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ട് റെഡി വണ്ടി നിർത്തുമ്പോ ഇറങ്ങ. കൊട വേണേലൊന്ന് കയ്യിലെടുത്തോ, അവിടുത്തെ പോലെ. உள்ள போலாம் அங்க போய் கூட்டம் வர இந்த உள்ள சைடு போறாங்களா திறந்து போலாம். Yeah. ഈ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാർ റൂൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതിനകത്ത് പരാക്രമ പാണ്ഡ്യൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹമാണ് ഈ അമ്പലം പണി കഴിച്ചത്. അദ്ദേഹത്തിന് ശിവന് വേണ്ടിയിട്ട് നാട്ടിലൊരു അമ്പലം പണിയണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ അമ്പലം പണിയാൻ ആഗ്രഹമായിട്ട് അദ്ദേഹം അതിന് അമ്പലം പണിത് അവിടെ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗത്തിന് വേണ്ടി ഒറിജിനൽ കാശിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ എന്ത് ചെയ്യുകയാണ്, ശിവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടു കഴിയുമ്പോൾ ശിവൻ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്,